അടുത്തത് 9ാമത്തെ ശ്ലോകം. പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിചചാര കൃത്സ്നം മഹീമഹീനാത്മരസാഭിലീനഃ. പരാത്മഭൂതനാണെങ്കിലും നിന്തിരുവടി പരോപദേശം ചെയ്യാനായി സർവനിരസ്യമാനനായി വികാരഹീനനായി അഹീനമായ ആത്മരസത്തിൽ അഭിലീനനായി ഭൂമി മുഴുവൻ സഞ്ചരിച്ചു. അവധൂതനെ പോലെ. അതായത് പരമഹംസവൃത്തി സ്വീകരിച്ച ഋഷഭദേവന്റെ ഈ ചര്യ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ്. പരാത്മഭൂതനാണ് ഋഷഭദേവൻ, അല്ലെ? പരമാത്മാവ് തന്നെയാണ്. സുഖദുഃഖാദികൾക്ക് അതീതനായ പരമാത്മാവിന്, പരബ്രഹ്മത്തിന് വൃത്തികളും ഗുണങ്ങളുമില്ല. എങ്കിലും ജഡനെയും ഉന്മത്തനെയും പിശാചിനെയും പോലെ അലഞ്ഞു നടന്നത് എന്തിനാണ്? ദേഹാഭിമാനം ഉപേക്ഷിക്കാനാകാത്ത ജ്ഞാനികൾക്ക് ഉപദേശമായാണ്. ബ്രഹ്മം എന്ന സത്യത്തെയും മിഥ്യാഭൂതമായ ജഗത്തിനെയും കുറിച്ച് അറിയാവുന്ന ജ്ഞാനികളും ഭക്തരും പോലും ദേഹമാണ് താനെന്ന് ധരിച്ചു പോകുന്നു. ഈ ദേഹത്തോട് നമുക്കൊരു ഇഷ്ടം ഉണ്ട് അവർക്കും. അവരെ ഉണ്മ ബോധ്യപ്പെടുത്താനുള്ള ഉപായമായിരുന്നു അത്രേ അദ്ദേഹം ഇങ്ങനെ വിചിത്രമായ ആചരണം നടത്തിയത്. അസാധാരണമായ ഈ ആചരണം മനസ്സിലാക്കാനാകാത്ത സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്തു, ആക്ഷേപിച്ചു. എല്ലാവരാലും നിരസ്യമാനനായ ഭഗവാനിൽ ആക്ഷേപവും ഉപദ്രവവും ഒരു വിധത്തിലുള്ള വികാരങ്ങളും ഉണ്ടാക്കിയില്ല, അല്ലേ? തന്നെ വെറുക്കുന്നവരോട് പോലും അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായില്ല. വികാരഹീനനായി അദ്ദേഹം അലഞ്ഞ് നടന്നു. സർവത്തെയും നിരസിച്ചവനായി നിർവികാരനായി ഭഗവാൻ അലഞ്ഞു നടന്നു. പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിചചാര കൃത്സ്നം മഹീമഹീനാത്മ രസാഭിലീനഃ.